ഹായ് ഫ്രണ്ട്സ്, അടീനപ്പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴമറ ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ഓരോ സ്റ്റേജിലായിട്ടുള്ള മഴമറ ഉണ്ടാക്കുന്നതിൻ്റെ ചിലവുകളും നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സബ്സിഡികളും മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് മഴമറ ഉണ്ടാക്കാൻ സബ്സിഡി തരുന്നത് പോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഷെയ്ഡ് നെറ്റ് റൂഫ് ട്രസ്സിന് വേണ്ടി, അതായത് ട്യൂബുലാർ ട്രസ്സിലുള്ള ഷെയ്ഡ് നെറ്റ് കവറിങ്ങോട് കൂടിയ റൂഫ് ട്രസ്സിന് വേണ്ടിയിട്ട് നമുക്ക് 50% സബ്സിഡി തരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ വർക്കിലൂടെ ബെനിഫിഷ്യറി ആയിട്ട് നമുക്കും ലഭിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ തൊട്ടടുത്ത ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ നിങ്ങളിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള കാര്യവും അതുപോലെ തന്നെ എന്താണ് പ്ലാന്റുകൾ നിങ്ങളുടെ കൈവശമുള്ളതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അടക്കം ആധാർ കാർഡ് അടക്കം കൊടുക്കുകയാണ് വേണ്ടത്. നമുക്കിതിൽ ചിലവായിരിക്കുന്നത് 12,000 രൂപ മെറ്റീരിയൽ കോസ്റ്റാണ്. അതിൻ്റെ ബില്ലാണ് ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ സാധാരണ 200 GSM-ൻ്റെ UV ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള റൂഫിങ്ങാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ചെറിയ സീഡ്ലിങ്ങുകളടക്കം വലിയ പ്ലാന്റുകൾ നമുക്കിവിടെ വളർത്താവുന്നതാണ്. ചെറിയ സീഡ്ലിങ്ങുകളൊക്കെ സൺബേൺ പെട്ടെന്ന് ഉള്ള പ്രശ്നമുള്ളതിനാൽ ടെറസിൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് UV ഷീറ്റ് വിത്ത് ഷെയ്ഡ് നെറ്റ് നമ്മൾ ചെയ്യുന്നത്. റൂഫ് ട്രസ് നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിന് കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ചിലവ് കൂടുതലായി വരികയും അതിനാൽ തന്നെ ഞാനിതിൽ മെറ്റീരിയൽ, ലേബർ എല്ലാം സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട് ഇവയുടെ എല്ലാം GST ബില്ലുകൾ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഒരു സ്ട്രക്ചർ വരുന്നത് 1.5 ഇഞ്ചിൻ്റെ പോസ്റ്റുകളും അതുപോലെ തന്നെ ഫ്രെയിമുകൾ 1 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബുകളുമാണ് വരുന്നത്. ഈ 2 സെക്ഷൻസ് മാത്രമേ ഈ റൂഫ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ 200 GSM-ൻ്റെ UV ഷീറ്റ്, അതിൻ്റെ മെറ്റീരിയൽസ്. ഇതിന് നമ്മൾ കരാർ തുക, അതായത് ലേബർ കരാർ തുക എന്ന് പറയുന്നത് 12,880 രൂപ എല്ലാ പെയിൻറ്റിങ് അടക്കം ഉൾപ്പെടെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ലേബറിന് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇതാണ് UV ഷീറ്റ് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു 200 GSM-ൻ്റെ ഷീറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത്യാവശ്യം കട്ടിയുള്ളതും UV കിരണങ്ങളെ തടസ്സപ്പെടുത്തുന്നതുമായിട്ടുള്ള ഷീറ്റാണ് 200 GSM UV ഷീറ്റ്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 920 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ഈ 920 സ്ക്വയർ ഫീറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ എത്ര രൂപ ചിലവായി എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ടോട്ടൽ കോസ്റ്റ് അനലൈസ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റേജായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ UV ഷീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സഹായമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിന് UV ഷീറ്റിനല്ല അവർ തരുന്നത്, ഷെയ്ഡ് നെറ്റ്, ഗ്രീൻ ഷെയ്ഡ് നെറ്റ് കൂടി ചെയ്യുന്നതിനാണ് അവർ സബ്സിഡി തരുന്നത്. നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബെനിഫിഷ്യറികൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്റിൻ്റെ ഫിക്സിങ്ങിൻ്റെ മറ്റും കോസ്റ്റുകൾ വളരെ കുറവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫിക്സിങ്, അതായത് ഇതിൻ്റെ ചാനൽസും അതിൻ്റെ സ്പ്രിങ്ങും എങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഔട്ടർ ഫ്രെയിമിൻ്റെ ഔട്ട് സൈഡ് ആയിരിക്കും ഇതിൻ്റെ അലുമിനിയം ചാനൽ, ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന അലുമിനിയം ചാനൽ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ചാനലിനകത്തുകൂടിയാണ് സ്പ്രിങ് ടക്ക് ഇൻ ചെയ്തിട്ട് നമ്മുടെ ഷീറ്റ് അതിനകത്തുകൂടി എടുത്തിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം സ്കിൽഡൊന്നും വേണ്ട വർക്കല്ല. നമ്മൾ നോർമൽ ഇൻഡസ്ട്രിക്കാർക്ക് തന്നെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് തന്നെ ചെയ്യാവുന്നൊരു വർക്കേ ഉള്ളൂ. UV ഷീറ്റ് കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്നവർ ഒരു റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ അലുമിനിയം ചാനലാണ്. ഈ അലുമിനിയം ചാനൽ UV ഷീറ്റ് ആദ്യം നമ്മൾ ഔട്ട് സൈഡ് പൈപ്പിൽ ഇത് സ്ക്രൂ ചെയ്യും. ഇത് സ്ക്രൂ ചെയ്തതിന് ശേഷം ഷീറ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തതിന് ശേഷം നമ്മൾ ആ സ്പ്രിങ് വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സ്പ്രിങ്, ഇത് അലുമിനിയം ഏകദേശം ഒരു 1.25 ഇഞ്ചോളം വിട്ടുള്ള ഒരു പീസാണ്. ആ പീസിൽ ഇതാണ് അതിൻ്റെ സ്പ്രിങ് വരുന്നത്. സ്പ്രിങ്ങൊക്കെ നമുക്ക് 3 to 4 മീറ്റർ ആ ലെങ്ത്തിലാണ് വരുന്നത്. നമുക്ക് കുറച്ച് സ്പ്രിങ് ബാക്കിയായിട്ടുണ്ട്. അത് നമ്മൾ ചാനലിൻ്റെ അത്രയും സ്പ്രിങ് എടുക്കണ്ടായിരുന്നു. ആ സ്പ്രിങ്ങിൻ്റെ ലെങ്ത്ത് കുറവ് മതിയാവും. ഇത് ഇപ്പോൾ ഇങ്ങനെ ഷീറ്റ് അതിനകത്ത് വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ലോക്ക് ചെയ്യേണ്ടത്. അങ്ങനെ 2 സൈഡിൽ നിന്ന് ലോക്ക് ചെയ്ത് ചുളിവുകളൊന്നും ഇല്ലാതെ നമ്മൾ ലോക്ക് ചെയ്ത് കെട്ടുകയാണ് ചെയ്യുന്നത്. അത് അത്യാവശ്യം ഒരു 4-5 ലേബേഴ്സ് ഇടുന്ന സമയത്ത് ആവശ്യമുണ്ടാകും. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വർക്കേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിൽ 12,800 ലേബർ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നോക്കി നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, വേറെ ലേബർ ആശ്രയിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനി UV ഷീറ്റിൻ്റെ വർക്ക് കൂടാതെ നമ്മൾ ഗ്രീൻ ഷെയ്ഡ് നെറ്റ്, അതായത് 50%, 75% തുടങ്ങിയ ഗ്രീൻ ഷെയ്ഡ് നെറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് എന്തായാലും ഫുള്ളായിട്ട്
ഇടേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ വെയിലുള്ള സമയങ്ങളിൽ ഒരുപാട് വെയിൽ തട്ടാതെ നമുക്ക് പ്ലാന്റുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നീട് നമ്മൾ 2 mm സ്റ്റീൽ വയറുകൾ റിട്രാക്റ്റബിൾ ആയിട്ടാണ് നമ്മൾ ഷെയ്ഡ് നെറ്റ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് വലിച്ചു മാറ്റിയിടാം, അല്ലാത്ത സമയങ്ങളിൽ ഇത് ലോക്ക് ചെയ്തിടാം. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ ടോട്ടൽ ഏരിയ 900 സ്ക്വയർ ഫീറ്റോളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ആയിട്ട് വേണ്ടി വന്നിരിക്കുന്ന ഗ്രീൻ നെറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ × 20 മീറ്റർ. അതിന് ചിലവ് ഏകദേശം 1200 റുപ്പീസ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ റിട്രാക്റ്റബിൾ ആയിട്ടുള്ളത് ചെയ്യുന്നതിന് നമുക്കൊരു ഹുക്കുകൾ ആവശ്യമാണ്. അതായത് ഈ ഷെയ്ഡ് നെറ്റിൻ്റെ ഹോളുകളിൽ ഈ ഹുക്കുകൾ കൊളുത്തിയിട്ടിട്ട് നമ്മൾ ഈ വലിച്ചിട്ടിരിക്കുന്ന കമ്പിയിൽ കൊളുത്തിയിടുകയാണ് ചെയ്യുന്നത്. ഇത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് നീക്കിയിടാം, അല്ലാത്ത സമയത്ത് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ലോക്ക് ചെയ്തിടാം. അങ്ങനെ ഒരു സജ്ജീകരണത്തിനാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരിക്കലും അത് ഫിക്സ് ചെയ്യാതിരിക്കുക, കാരണം എപ്പോഴും ഷെയ്ഡ് അടീനിയത്തിന് നല്ലതല്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഷെയ്ഡ് കൊടുക്കേണ്ടതാണ്. ഈ പോസ്റ്റുകളെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത് 2 to 2.5 മീറ്റർ ഗ്യാപ്പിലാണ് പോസ്റ്റുകളെല്ലാം വെച്ചിരിക്കുന്നത്. 5 പോസ്റ്റുകളാണ് കേട്ടോ നമ്മൾ 10 മീറ്റർ ലെങ്ത്തിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ UV ഷീറ്റ് പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തൊരു സ്പ്രിംഗ്ലർ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ മാനുവലി ഇത് വാട്ടർ ചെയ്യേണ്ടി വരും പ്ലാന്റുകളെല്ലാം. അത് മാത്രമാണ് നമുക്കിതിലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നമുക്കൊരു ഫസ്റ്റ് ഒരു 2-3 റെയിൻസ് നമുക്ക് പ്ലാന്റിന് കൊള്ളുകയാണെങ്കിൽ അത്യാവശ്യം വളർച്ച കിട്ടും. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ഫംഗസ് പ്രശ്നങ്ങളും ഇല ഒഴിയുന്ന പ്രശ്നങ്ങളും മുട്ടുകൾ ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ UV ഷീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ പുതിയ ഗ്രാഫ്റ്റുകളെല്ലാം പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. വലിയ പ്ലാന്റുകൾക്ക് അങ്ങനെ പ്രശ്നം വരാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ UV ഷീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കത് നമ്മുടെ ഗ്രീൻ ഷെയ്ഡ് നെറ്റ് എങ്ങനെയാണ് ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗ്രീൻ ഷെയ്ഡ് നെറ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 50% ഷെയ്ഡാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അടീനങ്ങൾക്ക് പൊതുവെ ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഒരു 50% പെൻട്രേഷനുള്ള ഒരു UV ഷെയ്ഡ് നെറ്റാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ വീടിനുള്ള വേറൊരു ഡക്കാണ്. നമ്മുടെ മദർ പ്ലാന്റ്സ് ഒക്കെ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. വെറൈറ്റീസ് മദർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ വേറെ സ്വാസിക്കം, മൾട്ടിഫ്ലോറം തുടങ്ങിയ പ്ലാന്റുകളെല്ലാം അവിടെയാണുള്ളത്. നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ ഷെയ്ഡ് നെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലിപ്പോൾ റിട്രാക്റ്റബിൾ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ടില്ല, നമ്മൾ എൻഡ് പോർഷനിൽ 2 സൈഡിൽ ഈ 2 mm വയർ നമ്മൾ വലിച്ചു കെട്ടിയിട്ട് അതിലേക്ക് ആ ഹുക്കുകൾ ഉപയോഗിച്ച് ഈ ഷെയ്ഡ് നെറ്റ് വെച്ചിരിക്കുകയാണ്. നമുക്കിതിപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടല്ലേ, ഹുക്കുകളും വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ വലിച്ചു നീട്ടിയിടാം, അല്ലാത്ത സമയങ്ങളിൽ എൻഡിലേക്ക് ഇത് ചുരുട്ടി മാറ്റി വയ്ക്കാവുന്നതാണ്. അതിൽ തന്നെ നമുക്ക് ജസ്റ്റ് ആ എൻഡ് ഭാഗം വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങോട്ട് എൻഡിലേക്ക് വരും. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളൊരു സാമ്പിളായിട്ട് കാണിച്ചതാണ്. ഇത് ഫുള്ളായിട്ട് ഇനി ചെയ്യാനുണ്ട്. സൈഡുകളിൽ ചുറ്റുഭാഗങ്ങളിൽ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ നമ്മളത് പ്രിഫർ ചെയ്യാറില്ല. കാരണം നമുക്ക് അത്യാവശ്യം എയർ ഫ്ലോ ഉണ്ടാവണം. അതുപോലെ തന്നെ പൊളിനേഷൻ സാധ്യമാകാൻ ചിത്രശലഭങ്ങളുടെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഈ ടോട്ടൽ ചെയ്തതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യാം. നമ്മളിതിൽ ലേബർ ഒക്കെ സെപ്പറേറ്റായി കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെറ്റീരിയൽ ഡ്രസ് വർക്കിൻ്റെ മാത്രം എടുത്തതിന് 12,000 റുപ്പീസ് ആയിട്ടുണ്ട്. നമ്മളതിൻ്റെ ബില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ലേബർ 12,880. പിന്നെ അവരുടെ ഒരു മെഷീനറീസ് എടുത്തതിൻ്റെ ഒരു റെൻ്റ് എന്ന് പറഞ്ഞിട്ട് 300 റുപ്പീസ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ UV ഷീറ്റ് ആൻഡ് സ്പ്രിങ് 9,000 രൂപ. പിന്നെ അതിൻ്റെ റിട്രാക്റ്റബിൾ വയറിന് വേണ്ടിയിട്ട് നമുക്കൊരു 300 റുപ്പീസ്. ടോട്ടൽ നമുക്ക് 34,480 രൂപയാണ് 900 സ്ക്വയർ ഫീറ്റോളമുള്ള ഈ റൂഫ് ട്രസ്സിന് വന്നിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.